ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കരുതാണ് ഒരു ലോങ് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ Q&A ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനിയും ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അതെന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പുറത്തോട്ട് പോവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പ്രിയദർശിനിയിൽ ഇറക്കിയിട്ട് 1 കിലോമീറ്ററോളം എന്നെ നടത്തിക്കുന്നത് കൊല്ലം ബീച്ചിലോട്ട്. ഒരു ഓട്ടോ വിളിച്ച് 50 രൂപയുടെ കേസ് കളയാനുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബസ് അങ്ങ് കൊണ്ടാണ് നിർത്തിയത്. ബസ് സ്റ്റോപ്പിൽ അങ്ങ് കുറച്ച് ദൂരം ഉണ്ടായിരുന്നേ. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. അപ്പം നടന്ന് ഇവളുമാർക്ക് നടപ്പൊരു പുത്തരിയല്ല കേട്ടോ. ഇവളുമാർ നടക്കുന്നതാണ്. എനിക്കാണെങ്കിൽ ഈ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോഴത്തേന് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ആളും പേരൊന്നും ഇല്ലായിരുന്നേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ആളങ്ങോട്ട് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇങ്ങനെ കറങ്ങി. മൊത്തത്തിൽ അങ്ങേയറ്റത്തു നിന്ന് ഇങ്ങേയറ്റം വരെ ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോഴത്തേന് കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാല് നനയ്ക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഏറ്റവും ഡേഞ്ചറായ ബീച്ചാണല്ലോ കൊല്ലം ബീച്ച്. അപ്പം നമ്മളവിടെ നിന്നിടത്ത് തന്നെ കയറിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് തന്നെ തിരയെങ്കിൽ ഇപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കങ്ങ് പേടിയായി അങ്ങോട്ട് ഇറങ്ങാനെങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ചങ്ങോട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബജ്ജി തിന്നാൻ പോവാണ്. അങ്ങനെ നമ്മൾ ബജ്ജി കഴിക്കാനായിട്ട് പോവാണ്. പക്ഷെ ഇവളുമാർക്ക് ബജ്ജി എത്ര നമ്മൾ കോളിഫ്ലവർ വാങ്ങിക്കാൻ പോകുന്നു. വാങ്ങിക്കടി വാങ്ങിക്കടി. അങ്ങനെ നമ്മൾ കോളിഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ട് നേരത്തെ ഇവിടോട്ട് വന്നിട്ട് ഇവിടെ നല്ല ആവി വിറക്കുന്ന ചൂട് കടല ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോൾ വന്നാലും ഇതാണ് ഞാൻ വാങ്ങിക്കാറ്. അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ച കോളിഫ്ലവറിൽ ചൂടില്ലായിരുന്നു കേട്ടോ. ഒരുമാതിരി തണുത്തതായിരുന്നു. അപ്പം നമ്മൾ ചൂടോടെ ഇപ്പുറത്തുനിന്ന് പിന്നെയും വാങ്ങിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു. നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നേ. നല്ല ദാഹം ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ മറന്നു. അവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അങ്ങോട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാര്യം പറഞ്ഞിങ്ങ് വന്നേ. അങ്ങനെ നമ്മൾ കയറിയിട്ട് ഒരു ലൈം ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണനല്ലൂരെത്തി നമ്മൾ സ്കൂട്ടി ഇരിക്കുന്നിടത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തൊട്ടടുത്തൊരു ബേക്കറി കയറിയിട്ട് ഈ ഒരു ചുപ്പാ ചുപ്പോ അതെന്തോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒരു മിൽക്കി ബാറും ഇവളുമാർ ആ ഒരു മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അവൾക്കാണെങ്കിൽ ഒരു ഫ്ലേവർ കൊടുത്തപ്പം പിങ്ക് തന്നെ വേണം. പിന്നെ ആ മാമൻ അതെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു മിൽക്കി ബാറാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ 3 പേരും കൂടെ സ്കൂട്ടി എടുത്തു. ഇന്റർജോയൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളെ ആരും തിരക്കണ്ട. റൈഡർ ഞങ്ങൾ 3 പേരും. ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീടെത്താറായപ്പോൾ 8 മണി 8:15 ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഓരോരുത്തരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണം എനിക്കിനി വീട്ടിൽ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യണേ. ടാറ്റാ.